ഹലോ വെൽക്കം ബാക്ക്. മഞ്ജുഷയാണ്. നമുക്കിന്ന് പഫ് സ്ലീവ്സ് തയ്ക്കാനായിട്ട് പഠിക്കാം. 2-3 ടൈപ്പിൽ നമ്മൾ പഫ് സ്ലീവ്സ് തയ്ക്കാറുണ്ട്. ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള സ്ലീവ്സാണ്. ഇത് നമുക്ക് കൊച്ചു കുട്ടികളുടെ പട്ടുപാവാടയുടെ ബ്ലൗസിൽ അല്ലെങ്കിൽ ഫ്രോക്കിലെല്ലാം തയ്ക്കാൻ പറ്റുന്ന ഒരു സ്ലീവ്സാണ് കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ ചുരുക്കങ്ങളുള്ള സ്ലീവ്സ് തയ്ക്കണമെങ്കിൽ നമുക്ക് മെഷീനിൽ തന്നെ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. ഈ രീതിയിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ ചുരുക്കുകൾ കിട്ടും കേട്ടോ. അപ്പം അതിനുവേണ്ടി ഇപ്പോൾ മെഷീനിൽ കാണുന്ന ഈ സ്ക്രൂ എന്ന് പറയുന്നത് സ്റ്റിച്ച് റെഗുലേറ്റിംഗ് സ്ക്രൂ ആണ്. അപ്പോൾ ഇത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സ്റ്റിച്ചിൻ്റെ ആ ഒരു കാണി ഉണ്ടല്ലോ, ആ തയ്യലിൻ്റെ ആ ഒരു കാണി വലിപ്പമുള്ളതും വലിപ്പം കുറഞ്ഞതും എല്ലാമായിട്ട് കിട്ടും. നമ്മൾ നോർമലി നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മിഡിലിൽ വെച്ചിട്ടാണ്, ഒരു 3-ലൊക്കെ ഇട്ടാണ് തയ്ക്കാറ്. അപ്പം ഒരു മീഡിയം സൈസിലുള്ള ഒരു സ്റ്റിച്ചാണ് നമുക്ക് വരാറ്. ഇതിപ്പം ഈ സ്ലീവ്സ് തയ്ക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ടോപ്പിലേക്ക് കൊണ്ടുപോകുക, അതായത് കാണി നല്ല വലിപ്പത്തിൽ വരുന്ന രീതിയിൽ നമുക്ക് കിട്ടണം. സ്ക്രൂ ഒന്ന് ലൂസാക്കിയാൽ മതി, എന്നിട്ട് മുകളിലേക്കും താഴത്തേക്കും ആക്കാം. മെഷീൻ നന്നായിട്ട് യൂസ് ചെയ്യാൻ അറിയുന്നവർക്ക് അറിയാം, മെഷീൻ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാം. അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഏറ്റവും മുകളിലേക്ക് ഇത് കൊണ്ടുപോകുക. അപ്പോൾ നമുക്ക് എന്നിട്ട് അവിടെ ഒന്ന് ഫിക്സ് ആക്കി വെക്കാം, സ്ക്രൂ ഒന്ന് തിരിച്ച് ടൈറ്റ് ആക്കുക. അപ്പോൾ എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല നീളമുള്ള സ്റ്റിച്ചുകൾ നമുക്ക് കിട്ടും. ചെറിയ ചെറിയ ചുരുക്കുകളുള്ള സ്ലീവ്സ് തയ്ക്കണമെങ്കിൽ, അതല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഫ്രോക്കിലൊക്കെ താഴെ ചെറിയ ചെറിയ ചുരുക്കുകൾ ഇട്ട് കൊടുക്കണം. അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഈ രീതിയിൽ തന്നെ ഈ സ്ക്രൂ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യാം. സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് വേണം, എവിടെയാണോ നമുക്ക് ചെറിയ ചെറിയ ചുരുക്കുകൾ ഇടേണ്ടത്, ഇതിപ്പം കൈയുടെ ആ ഷോൾഡറിനോട് ചേർന്ന് വരുന്ന ഭാഗത്താണ് ചെറിയ ചെറിയ ചുരുക്കുകൾ വേണ്ടത്. അപ്പോൾ അവിടെ കൂടെ നമുക്കൊന്ന് തയ്ച്ചു കൊടുക്കാം. നമ്മൾ സാധാരണ തയ്ക്കുന്നത് പോലെ തന്നെ തയ്ച്ചു കൊടുത്താൽ മതി. പക്ഷേ നമ്മൾ തയ്ച്ചു കഴിയുമ്പോൾ സ്റ്റിച്ച് ഇതുപോലെ വലുതായിട്ട് നമുക്ക് കിട്ടും. ഈ രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പം ഇത്രയും വലിയ സ്റ്റിച്ചുകൾ, അതായത് ആ കാണികൾ നമുക്ക് കിട്ടും. ഇതൊന്നും കൂടെ ഞാൻ മറിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ പ്രിൻ്റ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ആ സ്റ്റിച്ചിൻ്റെ ആ ഒരു വലിപ്പം മനസ്സിലാവില്ല. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ലൈനിങ്ങിൻ്റെ ക്ലോത്താണ്. അപ്പോൾ ആ ലൈനിങ്ങിൻ്റെ ക്ലോത്തിൽ ഇതാ കറക്റ്റായിട്ട് കാണാൻ പറ്റും. അറ്റത്തുകൂടെ ചെറിയ കാണിയും അതിൻ്റെ മുകളിൽ നമ്മൾ തയ്ച്ചിരിക്കുന്നത് കുറച്ച് വലിയ കാണിയുമാണ്. ഇനി എന്ത് ചെയ്യണം, അതിൻ്റെ അറ്റത്ത് ചെറിയ ഷാർപ്പായിട്ടുള്ളൊരു നീഡിലോ, അല്ലെങ്കിൽ ഇതിപ്പോൾ ഞാൻ ത്രെഡ് കട്ടറാണ് എടുത്തിരിക്കുന്നത്, അത് എടുത്തിട്ട് ആ 2 നൂല് തമ്മിൽ വരുമല്ലോ, ആ 2 നൂലിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. സൂചി എടുത്താൽ മതിയാവും. സൂചി എടുക്കുമ്പോഴാണ് കുറച്ചും കൂടെ എളുപ്പം. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഈ ത്രെഡ് കട്ടറുണ്ട്, ത്രെഡ് കട്ടറോ സൂചിയോ ഏതെങ്കിലും എടുക്കുക. അറ്റത്ത് തന്നെ ആ നൂലിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, മുകളിലത്തെ നൂല് ഞാനിപ്പോൾ വലിക്കുന്നത് പോലെ ഒന്ന് വലിച്ചു കൊടുക്കുക. വലിക്കുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് ചെറിയ ചെറിയ ചുരുക്കുകൾ വരും. ഇങ്ങനെ നൂല് വലിക്കുമ്പം ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുള്ള, ആ നൂല് പൊട്ടിപ്പോവാതെ നോക്കുക. അപ്പം ഇങ്ങനെ വലിച്ചൊന്നും എടുക്കരുത്, ഒറ്റ വലിക്കും എടുക്കരുത്. ചെറുതായിട്ട് ഇങ്ങനെ വലിച്ച് ചുരുക്കുകൾ മുകളിലേക്ക് ഇട്ടിട്ട് പോവുക. ഇനി പഫ് സ്ലീവ്സ് തയ്ക്കുമ്പോൾ നമ്മൾ സാധാരണ സ്ലീവ്സ് കട്ട് ചെയ്യുന്നത് പോലെയല്ല, കുറച്ചധികം ക്ലോത്ത് നമ്മൾ എടുക്കാറുണ്ട്. അത് സ്ലീവ് കട്ടിങ് ഞാൻ പഠിപ്പിച്ചു തരാം. ഇതിപ്പോൾ ആ സ്ലീവിൽ എങ്ങനെയാണ് ചുരുക്കുകൾ ഇടുന്നതെന്ന് മാത്രം ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് ചെറിയ ചെറിയ പ്ലീറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ഇത് വേറൊരു രീതിയിൽ എടുക്കാം കേട്ടോ, അത് നമുക്ക് വേറൊരു വീഡിയോയിൽ പഠിക്കാം. ഇതേ രീതിയിൽ കറക്റ്റ് സെൻറ്ററിൽ വരുന്ന രീതിയിൽ പ്ലീറ്റ്സ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി എന്ത് ചെയ്യണം, വീണ്ടും മെഷീനിലേക്ക് പോവുക. നേരത്തെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക ആ സ്ക്രൂ ഉണ്ടല്ലോ, അത് വീണ്ടും സെൻറ്ററിലായിട്ട് കൊണ്ടുവരിക. അതായത് വലിപ്പം കുറഞ്ഞ കാണിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് സെൻറ്ററിലായിട്ട് കൊണ്ടുവരിക. ചില മെഷീനിലൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടാകും. ഇപ്പോൾ ഒരു 3 ഒക്കെ ആവുന്നിടത്ത് കൊണ്ടുപോയി ഒന്ന് നിർത്തുക. എന്നിട്ട് സ്ക്രൂ വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം, ആ പ്ലീറ്റ്സ് ഒക്കെ ഒന്ന് നേരെ പിടിച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ വീണ്ടും സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പം ആ സ്റ്റിച്ച് നല്ല ഉറച്ചിരിക്കും. അതായത് നമ്മൾ ആദ്യമേ തന്നെ കാണി ലൂസാക്കിയിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തത്. അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു, ചെറിയ ചെറിയ പ്ലീറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പ്ലീറ്റ്സ് എടുത്തു കഴിഞ്ഞു. ഇനി അത് നമ്മൾ തയ്ച്ച് കഴിയുമ്പം ആ പ്ലീറ്റ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് അത് ലൂസായി പോകരുത്. അതൊന്നും ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലൂടെ നമ്മൾ മെഷീനിലെ സ്ക്രൂ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മീഡിയത്തിൽ കൊണ്ടുവന്ന് വീണ്ടും അതിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്യുക. ഇനി രണ്ടാമത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. നമുക്ക് മിസ്റ്റേക്സ് വരുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ആ പ്ലീറ്റ്സ് ഒക്കെ ഇട്ടു, അപ്പോൾ അവിടെ ഒന്ന് തടിച്ചിരിക്കും. അപ്പോൾ അതൊന്ന് ഷാർപ്പായിട്ടുള്ളൊരു നീഡിലോ അങ്ങനെ എന്തെങ്കിലും ഒരെന്നുകൊണ്ട് ഒന്ന് ഇപ്പം ഞാൻ ചെയ്യുന്നത് പോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിവർത്തി കൊടുത്തിട്ട് വേണം അതിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്യാൻ. അല്ലെങ്കിൽ ആ ഒരു തുണിയെല്ലാം, ആ എക്സ്ട്രാ നിൽക്കുന്ന തയ്യൽ തുമ്പെല്ലാം കൂടി ഇതിന് മുകളിലേക്ക് മടങ്ങി കയറാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ത്രെഡ് കട്ടർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നല്ല ഷാർപ്പായിട്ടുള്ളതാണ്. അത് വെച്ചിട്ട് ഇങ്ങനെ അതൊന്ന് നേരെ ആക്കി കൊടുത്തിട്ട് അതിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമ്മളുടെ ആ ഡ്രസ്സിലേക്ക് അറ്റാച്ച് ചെയ്യാം. പട്ടുപാവാടയുടെ ബ്ലൗസ് ആണെങ്കിൽ അതിലേക്ക്, അല്ലെങ്കിൽ ഫ്രോക്ക് ആണെങ്കിൽ ഫ്രോക്കിലേക്ക്, അതല്ലെങ്കിൽ ഫ്രോക്കിൻ്റെ താഴെ ചുരുക്കിടാനാണെങ്കിൽ അവിടെ. അങ്ങനെ തന്നെ നമുക്ക് നല്ല ഭംഗിയായിട്ട് തയ്ച്ചെടുക്കാം. എല്ലാവരും ചെയ്തു നോക്കുക. ഞാൻ ഇതിനകത്ത് മിസ്റ്റേക്സ് വരും എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊന്നും മനസ്സിൽ കാണണം കേട്ടോ.
അതെല്ലാം ഓർത്തിട്ട് വേണം തയ്ക്കുവാൻ വേണ്ടിയിട്ട് കേട്ടോ. മിസ്റ്റേക്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അബദ്ധങ്ങൾ പറ്റുന്നതും കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ കോട്ടിൻ്റെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും പിന്നെ പലാസോ പാൻറ്റും എല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് ഓരോ വീഡിയോസായിട്ട് ചെയ്യാം. ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചാലേ പാൻറ്റും അല്ലെങ്കിൽ കോട്ടും ഒക്കെ തയ്ക്കുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളും കൂടെ ഇതിനിടയിൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഉടനെ തന്നെ കാണാം. ഓക്കെ, ബൈ.